ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ചില സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ മറുപടിയില്ലാതെ ചോദ്യങ്ങളായി തന്നെ നിലനിൽക്കുന്നു. നാം അതിനെ അതീത ശക്തികളുടെ ഇടപെടൽ എന്നൊക്കെയാണ് സൗകര്യപൂർവ്വം വ്യാഖ്യാനിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇടിയെയും മിന്നലിനെയും വരെ ഭയപ്പാടോടെ ആരാധിച്ചിരുന്ന കാലത്ത് തികച്ചും അസ്വാഭാവികമായി തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളെക്കുറിച്ചാണ് ബിയോണ്ട് ദി ചാപ്റ്റർ ഇക്കുറി സംസാരിക്കുന്നത്. Beyond the chapter. വർഷം 1795. വെറുമൊരു സാധാരണ മോഷ്ടാവ്, വയസ്സ് 14. അസാധാരണമായ അനുഭവം കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നടന്നു കയറിയ ഒരു കള്ളൻ്റെ ജീവിതം. എന്തിനും ഏതിനും സാങ്കേതിക വിദ്യയിലൂടെ മറുപടി കണ്ടെത്തുന്ന ഈ പുത്തൻ കാലഘട്ടത്തിൽ ഈ കഥ നിരവധി സമസ്യകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബ്രിട്ടനിൽ ചെറുകിട മോഷണവുമായി നടന്ന ജോസഫ് സാമുവലിനെ പോലീസ് പിടികൂടുന്നു. തുടർന്ന് കോടതി 7 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ജയിലുകളിലൊന്നും ഇന്നത്തെ പോലെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണത്. ഏതാനും വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അന്നത്തെ ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന ഓസ്ട്രേലിയയിലെ സിഡ്നി കോവിയിലെ ജയിലിലേക്ക് ജോസഫ് സാമുവലിനെ മാറ്റുന്നു. 200-ലേറെ തടവ് പുള്ളികൾക്കൊപ്പമായിരുന്നു ഈ ജയിൽ മാറ്റം. ന്യൂ സൗത്ത് വെയിൽസിലെ കൂടുതൽ കർശനമായ ജയിലിലേക്കായിരുന്നു ഈ മാറ്റം. തടവ് പുള്ളികൾ ജയിൽ ചാടുന്നത് കൊടും കുറ്റമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ജയിലിൽ നിന്ന് തടവ് പുള്ളികൾ രക്ഷപ്പെടുന്നത് ജയിലിലെ സുരക്ഷാ ചുമതലയിലുള്ളവരുടെ പിഴവാണെന്ന വിലയിരുത്തലിൽ പിടിക്കപ്പെടുന്ന തടവുകാരോട് അങ്ങേയറ്റം വൈരാഗ്യബുദ്ധിയോടെയായിരുന്നു ജയിൽ അധികാരികൾ പെരുമാറിയിരുന്നത്. വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും ജയിൽ ചാടുന്നവർക്ക് നൽകിയിരുന്നുമില്ല. രക്ഷപ്പെട്ടു പോകുന്ന തടവുകാരിൽ മിക്കവരും പിടിക്കപ്പെടുകയോ ശേഷിക്കുന്നവർ ഓസ്ട്രേലിയയിലെ വനങ്ങളിൽ കുടുങ്ങി മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. പുതിയ ജയിലിൽ വളരെ പെട്ടെന്ന് തന്നെ ചെറുപ്രായക്കാരനായ ജോസഫ് സാമുവൽ ചങ്ങാതികളെ കണ്ടെത്തുന്നു. 1800-കളുടെ തുടക്കത്തിൽ ഏതാനും സഹതടവുകാർക്കൊപ്പം ജോസഫ് ന്യൂ സൗത്ത് വെയിൽസിലെ തടവ് ചാടുകയാണ്. ജയിലിലെ കൂട്ടുകാർ പല വഴി പിരിഞ്ഞു പോയെങ്കിലും മോഷണത്തിന് പറ്റിയ സ്ഥലമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ ജോസഫ് സാമുവൽ ന്യൂ സൗത്ത് വെയിൽസിൽ തന്നെ തുടരുകയായിരുന്നു. അക്കാലത്ത് ന്യൂ സൗത്ത് വെയിൽസിൽ സജീവമായിരുന്ന മോഷ്ടാക്കളുടെ സംഘത്തോടൊപ്പം ജോസഫ് സാമുവലും ചേരുന്നു. എന്നാൽ 1803 ഓഗസ്റ്റിൽ ജോസഫിൻ്റെ ജീവിതം കീഴ്മേൽ മറിച്ചൊരു സംഭവം ഉണ്ടാകുന്നു. ന്യൂ സൗത്ത് വെയിൽസിൽ ഒരു ധനികയുടെ വീട്ടിൽ ജോസഫ് സാമുവലും സംഘവും മോഷ്ടിക്കാൻ കയറുന്നു. കാര്യമായി തന്നെ പണവും പണ്ടവും ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ സംഘത്തിന് കഴിയുകയും ചെയ്തു. ഈ കേസ് അന്വേഷിക്കുന്നതിനായി പോലീസുകാരനായ ജോസഫ് ലൂക്കർ എന്ന ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെടുന്നു. അന്വേഷണം ആരംഭിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചിന്നിച്ചിതറിയ നിലയിലുള്ള ജോസഫ് ലൂക്കറിൻ്റെ മൃതദേഹമാണ് നാട്ടുകാരും പോലീസും റോഡിൽ നിന്ന് കണ്ടെത്തിയത്. ടയറിന് സമാനമായ ഒരു കല്ലുകൊണ്ടുള്ള ആക്രമണത്തിലായിരുന്നു ജോസഫ് ലൂക്കർ കൊല്ലപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൊലപാതകം വലിയ രീതിയിലുള്ള ആശങ്കയാണ് നാട്ടുകാർക്കിടയിൽ സൃഷ്ടിച്ചത്. ഇത് പോലീസ് സേനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരാനും കാരണമായി. പ്രതിയെ കണ്ടെത്താൻ സൈന്യമടക്കമുള്ളവരെ സർക്കാർ ചുമതലപ്പെടുത്തി. കാടും മേടുമിളക്കിയുള്ള സംയുക്ത സംഘത്തിൻ്റെ അന്വേഷണത്തിൽ സമീപ നഗരങ്ങൾ വരെ അരിച്ചുപെറുക്കുന്നു. ഇതിനിടയിലാണ് ജോസഫ് ലൂക്കറിനെ കൊല്ലാൻ ഉപയോഗിച്ച ആയുധത്തിലേക്ക് അന്വേഷണം എത്തുന്നത്. ഇത് കുതിരവണ്ടിയിൽ ഉപയോഗിച്ച ടയറാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അന്വേഷണം കൂടുതൽ വേഗത്തിലായി. പിന്നാലെ ടയറിൻ്റെ ബാക്കി ഭാഗം കണ്ടെത്താനും സംയുക്ത അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജോസഫും സംഘവും തങ്ങിയിരുന്ന ലോഡ്ജിലേക്കും അന്വേഷണമെത്തി. അങ്ങനെ കൊള്ളസംഘം പിടിയിലായി. എന്നാൽ കൊള്ളസംഘം കുറ്റം നിഷേധിക്കുന്നു. സംഘത്തിലെ മറ്റുള്ളവരെക്കാൾ ചെറുപ്പമായിരുന്ന ജോസഫ് സാമുവൽ ധനികയുടെ വീട്ടിലെ മോഷണം നടത്തിയതിൽ കുറ്റസമ്മതം നടത്തി. കൂടാതെ തടവ് ചാടിയതാണെന്ന് കൂടി വ്യക്തമായതോടെ കൂടുതൽ നടപടികളൊന്നും കൂടാതെ തന്നെ വധശിക്ഷയ്ക്ക് തീയതി കുറിക്കുകയായിരുന്നു. മറ്റൊരു മോഷണ കേസിൽ പ്രതിയായ ജെയിംസ് ഹാർഡ്വിക്കിനെയും ജോസഫ് സാമുവലിനൊപ്പം തൂക്കിക്കൊല്ലാൻ തീരുമാനമായി. ഇന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി പൊതുജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുക എന്ന ഉദ്ദേശം കൂടി ഉള്ളതിനാൽ അക്കാലത്ത് പൊതുജന മധ്യത്തിലായിരുന്നു ശിക്ഷ നടപ്പാക്കിയിരുന്നത്. 1803 സെപ്റ്റംബർ 26 ബ്രിക്ക്ഫീൽഡ് ഹില്ലിൽ ശിക്ഷ നടപ്പാക്കാനുള്ള സകല സജ്ജീകരണങ്ങളും തയ്യാറായി. നൂറുകണക്കിന് പേർ ശിക്ഷ നടപ്പാക്കുന്നത് കാണാനെത്തി. വളരെ പ്രാകൃതമായ രീതിയിലാണ് വധശിക്ഷ അക്കാലത്ത് നടപ്പാക്കിയിരുന്നത്. കൊലക്കയറിലെ കുടുക്കിൽ കുറ്റവാളിയെ നിർത്തിയ ശേഷം കയറിൻ്റെ മറുവശം കുതിരയിൽ കെട്ടി കുതിരയെ മുന്നോട്ട് നടത്തിക്കും. അപ്പോൾ കൊലക്കയർ മുകളിലേക്ക് ഉയരുകയും കുറ്റവാളി പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നതായിരുന്നു രീതി. കുറ്റവാളികൾക്കായി അവസാന പ്രാർത്ഥനകൾ നടത്താൻ വൈദികനും എത്തി. പാരാമട്ടയിലെ വൈദികനായ സാമുവൽ മാർസ്ഡൻ, ജോസഫ് മാർക്കസ് എന്നിവരാണ് വൈദികരായി എത്തിയത്. എന്നാൽ മോഷണം നടത്തിയത് താൻ തന്നെയെന്നും കൊലപാതകം ചെയ്തത് ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നായിരുന്നു ജോസഫ് സാമുവൽ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ വിശദമാക്കുന്നത്. എന്നു മാത്രമല്ല, ജോസഫ് ആളിനെ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തു.
ഇതോടെ ശിക്ഷാ നടപടി കാണാനെത്തിയവർ രണ്ട് തട്ടിലാകുന്നു. എന്നാൽ കൊല്ലപ്പെട്ടത് ഒരു പോലീസുകാരനായതിനാൽ ശിക്ഷാ നടപടിയുമായി മുന്നോട്ടു പോകാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ഒട്ടും വൈകാതെ തന്നെ ഉദ്യോഗസ്ഥർ രണ്ടുപേരുടെയും ശിക്ഷ നടപ്പാക്കാൻ ആരംഭിച്ചു. കൂടെയുള്ള കുറ്റവാളി അപ്പോൾ തന്നെ മരിച്ചു. ജോസഫ് സാമുവലിൻ്റെ തൂക്കുകയർ പൊട്ടി വീണു. ഇത് കണ്ട് നാട്ടുകാർ സ്തബ്ധരായി. വീഴ്ചയുടെ ആഘാതത്തിൽ ജോസഫിൻ്റെ കാലൊളുക്കുകയും ചെയ്തു. 450 കിലോ വരെ താങ്ങാൻ ശേഷിയുള്ള 5 പിരിയുള്ള കയർ പൊട്ടിയത് ആരാച്ചാരെയും ഞെട്ടിച്ചു. പിന്നാലെ തന്നെ ആരാച്ചാർ മറ്റൊരു തൂക്കുകയർ തയ്യാറാക്കി ജോസഫ് സാമുവലിനെ വീണ്ടും തൂക്കിലേറ്റുന്നു. പക്ഷേ ഇത്തവണയും കയർ പൊട്ടി ജോസഫ് നിലത്ത് വീഴുകയാണ്. ഇതിനോടകം തന്നെ ആൾക്കൂട്ടത്തിൻ്റെ ഭാവം മാറി തുടങ്ങിയിരുന്നു. എങ്ങും അടക്കം പറച്ചിലും മുറുമുറുപ്പും തർക്കവും തുടങ്ങുന്നു. ഒരു നിരപരാധിയെ തൂക്കിലേറ്റുകയാണെന്നും ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്നും അവർ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. പരിഭ്രാന്തരായ ആരാച്ചാരും ഉദ്യോഗസ്ഥരും വീണ്ടും തൂക്കുകയർ പരിശോധനകൾക്ക് വിധേയമാക്കുകയും പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളെല്ലാം ഉറപ്പാക്കി മൂന്നാമതും സാമുവലിനെ തൂക്കിലേറ്റുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഇപ്രാവശ്യവും കയർ പൊട്ടി വീഴുകയാണ്. ഇതോടെ ജനക്കൂട്ടത്തിൻ്റെ പ്രതിഷേധം ശക്തമാകുന്നു. ഉദ്യോഗസ്ഥർ നടപടികൾ നിർത്തിവെച്ച് പ്രാദേശിക ഗവർണറെ വിവരമറിയിക്കുന്നു. ഗവർണർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി തൂക്കുകയറും മറ്റ് നടപടിക്രമങ്ങളും ശരിയായ രീതിയിലായിരുന്നോ എന്ന് പരിശോധിച്ചു. പിന്നീട് ജോസഫിനെ തൂക്കി അതേ കയർ ഉപയോഗിച്ച് അതേ ഭാരം തൂക്കി പരിശോധിച്ചപ്പോൾ തൂക്കുകയർ സ്വാഭാവിക രീതിയിൽ പ്രവർത്തിക്കുന്നു. 132 കിലോ ഭാരം വരെ തൂക്കി കയറിൽ പരീക്ഷിച്ചെങ്കിലും ഒരിക്കൽ പോലും ജോസഫ് സാമുവലിനുണ്ടായ അനുഭവം പിന്നീടുണ്ടായില്ല. എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ രീതിയിലാണ് നടന്നതെന്ന് മനസ്സിലാക്കിയ ഗവർണർ നീണ്ട ആലോചനയ്ക്കൊടുവിൽ ഇതൊരു ദൈവിക ഇടപെടലാണെന്നും അതുകൊണ്ട് ജോസഫ് സാമുവലിനെ നിരപരാധിയായി കണ്ട് വെറുതെ വിടുന്നതായും പ്രഖ്യാപിക്കുന്നു. അങ്ങനെ തുടർച്ചയായി 3 പ്രാവശ്യം തൂക്കിലേറ്റിയിട്ടും മരിക്കാത്തയാളായി ജോസഫ് സാമുവൽ ചരിത്രത്തിൽ ഇടം നേടി. പിന്നാലെ ജോസഫ് സാമുവലിനെ ജയിലധികൃതർ കിങ്സ് ടൗണിലെ ഒരു ഖനിയിലേക്ക് പണിക്കാരനായി അയക്കുകയാണ്. അവിടെയും ജോസഫ് സമാധാനമായി ജോലി ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. 1806 ജയിലിൽ നിന്നും 7 കുറ്റവാളികൾക്കൊപ്പം ജോസഫ് സാമുവൽ വീണ്ടും രക്ഷപ്പെടുന്നു. പിന്നീട് മോഷ്ടിച്ച ബോട്ടുമായി പോയ സാമുവലിനെയും കൂട്ടരെയും കുറിച്ച് അറിവൊന്നും ഉണ്ടായില്ല. ബോട്ട് മുങ്ങിപ്പോയതായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഈ ബോട്ടോ ജോസഫ് സാമുവലിനെയോ പിന്നീട് കണ്ടെത്താനായില്ല. പാരാമട്ടയിൽ 3 റോപ്സ് എന്ന പേരിൽ ഒരു കഫേ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. നിയമത്തിന് തൂക്കിക്കൊല്ലാൻ സാധിക്കാതെ പോയ ജോസഫ് സാമുവലിൻ്റെ ഓർമ്മയാണ് ആ കഫേയുടെ പേരിലൂടെ ജനങ്ങൾ ഓർത്തെടുക്കുന്നത്. വ്യത്യസ്തമായ മറ്റൊരു കഥയുമായി ബിയോണ്ട് ദ ചാപ്റ്ററിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. Beyond the Chapter.